പ്രിയമുള്ളവർ, ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ മാത്സിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെയും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് സമയം കളയേണ്ട ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. 2√2 + 3√2 - √8 ഇതിൻ്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ √8ൻ്റെ വില മാത്രം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. √8 അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ 4 × 2 എന്നെഴുതാം. ക്ലിയർ അല്ലേ? √8നെ നമുക്ക് 4 × 2 എന്നെഴുതാം. ഈ 4ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം, അത് 2 അല്ലേ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ 2 എഴുതി. ഈ 2ൻ്റെ സ്ക്വയർ റൂട്ട് 2 ഒരു പൂർണ്ണവർഗ്ഗമല്ല, അതുകൊണ്ട് അത് നമുക്ക് √2 ആയിട്ട് തന്നെ എഴുതാം. അതായത് ഇവിടെ എന്ത് വ്യത്യാസം വന്നു? ഇവിടെ നമുക്കൊന്ന് വേണം എഴുതാം 2√2 + 3√2. ഇതിനൊന്നും യാതൊരു മാറ്റവും വരുത്തുന്നില്ല. √8നെ നമ്മൾ എന്തായിട്ട് മാറ്റി എഴുതി? 2√2 എന്ന് എഴുതി. ഇവിടെ ഒരു 2√2 ഉണ്ട്, ഇവിടെ ഒരു +2√2, ഇതൊരു -2√2. 2 ക്യാൻസലായി. നമുക്ക് എന്ത് കിട്ടി? 3√2 എന്ന ആൻസർ കിട്ടി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13 ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി എങ്കിൽ ടീച്ചറുടെ വയസ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 25 കുട്ടികൾ, 13 ശരാശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 25നെ 13 കൊണ്ട് ഗുണിക്കാം. 3 5 15 5 1 3 2 6 1 7 1 5 5 1 2 2 കൂട്ടിയപ്പോഴും നമുക്ക് 5 7 5 12ന് 2 ശിഷ്ടം 1 3, അതായത് 325 എന്ന് കിട്ടി. ഇനി ടീച്ചറും കൂടെ വന്നപ്പോഴോ 25 പേരായിരുന്നു, ടീച്ചറും കൂടെ വന്നപ്പോഴത് 26 ആയിട്ട് മാറി. അപ്പോൾ ശരാശരിക്ക് എന്ത് വ്യത്യാസം വന്നു? ശരാശരി 14ആയി. അപ്പോൾ നമുക്ക് 26നെ 14 കൊണ്ട് കൊടുക്കാം. 6 4 24 4 2 4 2 8 8 2 10 1 6 6 1 2 2 കൂട്ടിയാൽ നമുക്ക് 4 6 3 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ 364 നമുക്ക് കിട്ടി. 364. ഈ 364 325 കുറച്ചാൽ നമ്മുടെ ആൻസറായി. 14 5 പോയാൽ 9, പിന്നെ 6 5 ഉള്ളൂ, 5 2 പോയാൽ 3, 3 3 പോയാൽ 0. നമ്മുടെ ആൻസർ 39 39 ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എഴുതാം 3 20. അത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? 3, ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഇവിടെ. ഇനി നോക്കുക, ഇവിടെ 20 അല്ലേ, 20 മിനിറ്റ് സൂചി 20-ലെത്തുന്ന എപ്പോഴാണ്? 4 മണിയാകുമ്പോഴല്ലേ. അതായത് ക്ലോക്കിൽ 4-ൽ പിന്നെ മിനിറ്റ് സൂചി വരുമ്പോഴാണ് 20 മിനിറ്റ് ആകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട, ഈ തന്നിരിക്കുന്ന 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. നോക്കാം, 3 - 4 എന്ന് പറയുന്നത് -1. തൽക്കാലം ഈ മൈനസ് ഇവിടെ കിടക്കട്ടെ. ക്ലിയർ ആണല്ലോ. നമുക്ക് ഒന്നുണ്ടല്ലോ, നമുക്ക് 1 മാത്രം എടുക്കാം. 1 എഴുതാം. ഇനി 1നെ 30 കൊണ്ട് ഗുണിക്കുക. ഇതെപ്പോഴും ഓർത്ത് വെക്കണം. എല്ലാ കണക്കിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലോക്കിൽ ഡിഗ്രി അളവ് കാണാനായിട്ട് തമ്മിൽ മൈനസ് ചെയ്യും, എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യയെ 30 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 1നെ 30 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. ഓക്കെ ആണല്ലോ, അത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന മൈനസ് ആയതുകൊണ്ട് നമ്മൾ 30ൽ നിന്ന് കുറക്കും. 30 - ഇനി ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ് 20 അതിൻ്റെ പകുതി എടുക്കുക. 20 മിനിറ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് 10. ഈ 30ൽ നിന്നും 10 കുറയ്ക്കുക, നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 20 നമ്മുടെ ഓപ്ഷൻ. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്പം കൂടി എളുപ്പമായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ഈ 4ാമത്തെ ക്വസ്റ്റിനിലോട്ടൊന്ന് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഇത് 5, ഇത് 5, ഇത് 5. ഇവിടുത്തെ എല്ലാത്തിനും ബേസ് 5. ബേസ് 5 ഈ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. ആദ്യത്തെ പവർ x -1, പിന്നെ 3 2, പിന്നെ 3, പിന്നെ 2 തമ്മിൽ കൂട്ടിയാൽ നമുക്ക് x, ഇവിടെ 3 2 5, 5ൽ നിന്ന് 1 കുറക്കുക, നമുക്ക് x + 4 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ സൈഡിലെ വില x + 4 എന്ന് കിട്ടി വെച്ചിട്ടുണ്ട്. ഇനി 31 25നെ നമുക്ക് 5ൻ്റെ പവറായിട്ട് എഴുതണം. അത് കാണാൻ എളുപ്പമാർഗം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം, 31 25 ഇതല്ലേ തന്നിരിക്കുന്നത്. ഇതിന് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
നിങ്ങൾ നോക്കുക, ആദ്യത്തെ നമ്പർ 31. 31നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 31ൽ 6 പ്രാവശ്യം 5 ഉണ്ട്. 6 5 30, ശിഷ്ടം 1. ഈ രണ്ടും കൂടെ എടുത്താൽ നമുക്ക് 12 മാറും. 12ൽ 2 പ്രാവശ്യം 5 ഉണ്ട്, ശിഷ്ടം 2. ഈ 2 5 കൂടെ എടുക്കുമ്പോൾ 25, 25ൽ 5. അത് 3125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 625 കിട്ടും. വീണ്ടും അത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6ൽ 5 1 പ്രാവശ്യം, ശിഷ്ടം 1. ഈ രണ്ടും കൂടെ വരുമ്പോൾ 12 ആവും. 12ൽ 5 2 പ്രാവശ്യം, 2 5 10. പിന്നെ ഒരു ശിഷ്ടം 2 ഉണ്ട്. 2 5 കൂടെ കൂട്ടുമ്പോൾ 25, 25ൽ 5 5 പ്രാവശ്യം, 125 കിട്ടും. വീണ്ടും നമുക്ക് ഇതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം 12ൽ 5 2 പ്രാവശ്യം, ശിഷ്ടം 2. ഈ 5 കൂടെ വരുമ്പോൾ 25, 25ൽ 5 5 പ്രാവശ്യം. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ എത്ര പ്രാവശ്യം 5 ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിനെ 3105നെ നമ്മൾ എന്തായിട്ട് മാറ്റി? 5 to the power 5 എന്നാക്കി മാറ്റി. അപ്പോൾ ഇവിടെ എല്ലാം പവർ 5ആണ്, ഇവിടെയും പവർ 5ആണ്. അപ്പോൾ നമുക്ക് പവർ മാത്രം എടുത്താൽ മതി. ഇവിടെയുള്ള പവറുകൾ നമ്മൾ കൂട്ടി എത്ര എഴുതിയിട്ടുണ്ട്? x+4 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ പവർ നമുക്ക് 5 കിട്ടി. അപ്പോൾ ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 5 - 4 ഈസ് ഈക്വൽ ടു 1. 1 ആണ് ആൻസർ. ഓപ്ഷനിൽ ഉണ്ട്, 1 ആണ് ആൻസർ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. 8 12 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ചെറിയ സംഖ്യ കാണണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ എൽസിയം കണ്ടാൽ മതി. നമുക്ക് നോക്കാം. 8 12 16 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈം നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4. 12ൻ്റെ പകുതി 6, 16ൻ്റെ പകുതി 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4ൻ്റെ പകുതി 2, 6ൻ്റെ പകുതി 3, 8ൻ്റെ പകുതി 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഹരിച്ചാൽ അത് 1 ആണ്. പിന്നെ 3 അതുപോലെ എഴുതാം. 4ൻ്റെ പകുതി 2. ഓക്കെ ആണല്ലോ. നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടി? 1 2 1 2 1 2 1 3 1 2 തമ്മിൽ ഗുണിച്ചാൽ മതി. 2 2 4 4 2 8 8 3 24 24 2 48. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് 48 ആണ്. ഇനി പറഞ്ഞ ശിഷ്ടം 3 വന്നു. അതായത് 48ൻ്റെ കൂടെ ശിഷ്ടമായ 3 കൂടെ കൂട്ടുക. നമുക്ക് എത്ര ആൻസർ കിട്ടി? 51 കിട്ടി. 51 നമ്മുടെ ആൻസർ. ഇനി 6ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 2.5 + 3.4 + 4 1/5. ഇത് ഈ 2ഉം ഈ 3ഉം ഈ 4 നമുക്ക് ആദ്യം എടുക്കാം. 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. 5ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ എടുക്കുക. ഇത് 1/2, ഇത് +1/4 അല്ലേ, ഇത് -1/5. ഇത്രയും ക്ലിയർ ആണല്ലോ. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ എൽസിയം എത്രയായിരിക്കും? 2 4 5ൻ്റെ എൽസിയം എടുക്കണം. എൽസിയം എടുക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ 5 ആണ്. ഈ 5 2ൻ്റെയോ 4ൻ്റെയോ ടേബിളിൽ 5 വരുമോ? ഇല്ല. അപ്പോൾ അടുത്ത നമ്പറായ 10 എടുക്കുക. 5ൻ്റെ മൾട്ടിപ്പിൾ അടിക്കാൻ 10. 2ൻ്റെ ടേബിളിൽ 10 വരും, 4ൻ്റെ ടേബിളിൽ 10 വരികയില്ല. അടുത്ത നമ്പറായ 15 നമ്മൾ എടുക്കാം. ഈ 2ൻ്റെയും 4ൻ്റെയും ടേബിളിൽ 15 വരികയില്ല. 5ൻ്റെ മൾട്ടിപ്ലൈ അടുത്ത നമ്പർ എടുക്കാത്ത 20 ആണ്. 2ൻ്റെ ടേബിളിൽ 20 വരും, 4ൻ്റെ ടേബിളിൽ 20 വരും. സോ നമുക്ക് പറയാം ഇതിൻ്റെ എൽസിയം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ഇത് 1/2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൽസിയം ഈ ഡിനോമിനേറ്റർ 20 വന്നും. അപ്പോൾ 2 20 ആകാനായിട്ട് നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം. 10 2 20. അപ്പോൾ മുകളിൽ നമ്മൾ 10 കൊണ്ട് ഗുണിക്കും. പ്ലസ് ഇവിടെ 1/4 ആണിത്. 4 20 ആകാനായിട്ട് 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 5 കൊണ്ട് ഗുണിക്കുക. അടുത്തത് മൈനസ് 5 20 ആകാനായിട്ട് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 × 4. ഇവിടെ മുകളിലും ഗുണിക്കുക. 1 × 4. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ അപ്പോൾ ഇത് 20 ഇത് 20 ഇത് 20. 20 നമുക്ക് ഒരു പ്രാവശ്യം എഴുതാം. ഇവിടെ 1 × 10 10 പ്ലസ് 1 × 5 5 മൈനസ് 1 × 4 4. അതായത് 10 5 15. 15ൽ നിന്ന് 4 പോയാൽ 11. നമുക്ക് 11/20 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ ആൻസർ 1 കിട്ടിയിട്ടുണ്ട്. 1 കൂടെ ചേർത്ത് എഴുതാം. അപ്പോൾ 1 11/20 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ട് 1 11/20. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിനോട്ട് പോയപ്പോൾ നമ്മൾ 6 ക്വസ്റ്റ്യൻ ചെയ്തു. നമുക്ക് 7ാമത്തെ ക്വസ്റ്റിനോട്ട് വളരെ എളുപ്പത്തിൽ പോകാം. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ? 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണം? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഈ 60ഉം 10ഉം കൂടെ നമുക്ക് ഗുണിക്കാം. 60 × 10. ഇവിടെ തന്നിരിക്കുന്ന ഒരാൾ തന്നിട്ടുള്ളൂ. ഇത് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. 60 × 10 / 6. ഈ 6ഉം വെട്ടിക്കളയാൻ നമുക്ക് 1 കിട്ടും. അപ്പോൾ 10 കിട്ടും. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇവിടെ
ഈ ജോലി ചെയ്യാനായിട്ട് 100 ആളുകളെ നമുക്ക് കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പിന്നെ 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി 100 കിട്ടി. ഇവിടെ ഓൾറെഡി നേരത്തെ 60 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എത്ര ആളുകൾ കൂടുതൽ വേണം എന്ന് ചോദിച്ചാൽ കുറച്ചേ പോരെ, നമുക്ക് 40 എന്ന ആൻസർ കിട്ടും. 40 ആളുകൾ കൂടി വേണം. ഓപ്ഷൻ 40 ആണ് നമ്മുടെ ആൻസർ. അടുത്ത പോകാം. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? നിങ്ങൾക്കറിയാം, 110 രൂപയ്ക്ക് മേടിച്ചിട്ട് 132 രൂപയ്ക്ക് വിറ്റാൽ ഉറപ്പായിട്ടും ലാഭമായിരിക്കും. ഇത് കാണുവാനായിട്ട് 132 110 കുറക്കുക, നമുക്ക് 22 എന്ന് കിട്ടും. അതിനെ നമ്മൾ വാങ്ങിയ വിലയായ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ശതമാനം കാണാൻ 100 കൊണ്ട് ഗുണിക്കുക. ഈ ഒരു 0 പോകും. 22-ൽ 11-ൽ 11 ഒരു പ്രാവശ്യം, 22-ൽ 11 രണ്ട് പ്രാവശ്യം. ഇപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. 2-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. 20 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത പദം ഏത് നോക്കാം. 3 7 ആകാനായിട്ട് 4 കൂടി, 7 15 ആകാനായിട്ട് 8 കൂടി, 15 31 ആകാനായിട്ട് 16 കൂടി. ഇപ്പോൾ 4 4 8 8 8 16. അപ്പോൾ അടുത്ത ഉറപ്പായിട്ട് 32 കൂടണം. അപ്പോൾ 31-ൻ്റെ കൂടെ 32 കൂടിയാൽ എത്ര കിട്ടും? 31 + 32 എന്ന് പറയുന്നത് 63 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. നമുക്കിനി ഒരു ചോദ്യം കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കി. ഇത് ഒന്ന് നോക്കുക. 10 + 8 ഡിവിഷൻ 2 × 6 - 20. ആദ്യം നമ്മൾ ഡിവിഷനാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. 16 + 8/2. 8 ഡിവിഷൻ 2 എന്ന് പറഞ്ഞാൽ 8/2 4 × 6 - 20. ക്ലിയർ ആണല്ലോ. ഇനി ഇവ രണ്ടും കൂടെ ചെയ്യാം. അപ്പോൾ 16 + 4 × 6 24 - 20. ക്ലിയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഈ 24-ന് 20 കുറക്കുക. 24-ന് 20 കുറച്ചാൽ 4, ഈ 4ഉം 16ഉം കൂടെ കൂട്ടുക, നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിൽ 20 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത 10 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.